കാട്ടാന ആക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി കുട്ടമ്പുഴ നാച്ചേരിയിലെത്തിക്കും. പ്രദേശത്ത് ഇന്ന് ജനകീയ ഹർത്താലാണ്. വിവരങ്ങളുമായി കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? എങ്ങനെയാണ്? പ്രദേശത്തെ പ്രതിഷേധമൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടോ? ഹർത്താൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദൃശ്യം ഞാനിപ്പോഴുള്ളത് ഇന്നലെ എൽദോസ് മരണപ്പെട്ട ആ സ്ഥലത്താണ്. ഇവിടെ വെച്ചാണ് കാട്ടാന അതിക്രൂരമായി ആക്രമിച്ച് എൽദോസിനെ കൊലപ്പെടുത്തിയത്. ഇവിടെ ഈ കെട്ടിയിരിക്കുന്ന ഭാഗം മടങ്ങി വരുമ്പോൾ ബസ് ഇറങ്ങി അവിടെ നിന്നും ഈ റോഡിലൂടെ നടന്നാണ് പോകുന്നത്. ഇവിടെ ഈ റോഡിൽ ഒരു തെരുവ് വിളക്കുകൾ പോലും സ്ഥാപിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആന നിൽക്കുന്നത് കാണാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു ഒറ്റയാനാണ് ഇതിവിടെ ഏറെ നാളുകളായി ഭീതി പടർത്തുന്നതാണ്. അത്തരത്തിൽ ആന ഈ പ്രദേശത്തെല്ലാം ഇട്ട് വലിച്ചഴച്ച് കീറിയ നിലയിലാണ്, വികൃതമാക്കിയ നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. ഇതിന് പിന്നാലെ ഒരു ഓട്ടോയിൽ വന്നയാളും അതിന് തൊട്ട് പിന്നാലെ നടന്നു വന്ന ഒരാളുമാണ് മൃതദേഹം കാണുന്നത്. അപ്പോഴാണ് ഈ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു ഇവർ. ആദ്യം ഇവിടെ നിന്നും രക്ഷപ്പെട്ടു മാറി ആൾക്കാരെയും കൂട്ടി വന്നാണ് മൃതദേഹം ആരുടേതെന്ന് സ്ഥിരീകരിക്കുന്നത്. പലർക്കും ഇവിടെ 10-65 കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. അതിൽ തന്നെ പലരും ഇന്നലെ രാത്രിയാണ് എറണാകുളം കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ എൽദോസ് എന്ന യുവാവ് കൊല്ലപ്പെട്ടത്. ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഈ എൽദോസിന്റെ വീട്ടിലേക്ക് പോകുന്ന ഈ വഴിയിലൂടെയൊന്നും വഴിവിളക്കുകളൊന്നും ഇല്ലാത്തതിനേറെ കാട്ടാന ഇരുട്ടിൽ നിന്നത് കാണാനായിരുന്നില്ല. സുധീഷ് ഉണ്ട് ഇപ്പോൾ. സുധീഷ്, ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ പ്രദേശത്ത് പ്രതിഷേധം? എങ്ങനെയാണ്? ഇപ്പോൾ പ്രതിഷേധമില്ല. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് സംസ്കാര ചടങ്ങുകൾ നടത്തിയതിനു ശേഷം ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇവിടുത്തെ നാട്ടുകാർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഈ എൽദോസിന്റെ ഒരു വേർപാടിലുള്ള നൊമ്പരവും എല്ലാം തന്നെ അതിൽ അവിടെ പ്രകടമാകും എന്നത് തന്നെയാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. കാരണം ഈ കുടുംബങ്ങൾ ഇപ്പോൾ ആൾക്കാർ തന്നെ പറയുന്നത് പകൽ പോലും നടന്നു പോകാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയമാണ് എന്നതാണ് അവർ പറയുന്നത്. ആ രീതിയിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്നത്തെ പ്രതിഷേധം വളരെ ശക്തമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഇവിടുത്തെ ആൾക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം, എത്രത്തോളം പ്രതിഷേധമാണ് ഇവർക്ക് പ്രകടിപ്പിക്കാനുള്ള, എത്രത്തോളം ഭീതി ഇപ്പോൾ ഇവിടെ ഓരോ ജനങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഈ എൽദോസിന്റെ ഒരു മരണത്തോടു കൂടി വലിയൊരു ഭീതി തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്. സുധീഷ്, ഇന്നലെ രാത്രിയിലെ നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ കളക്ടർ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുകാരുടെ ആവശ്യങ്ങളെല്ലാം ഫോറസ്റ്റുകാരാണെങ്കിലും എന്നതായാലും ഇവർ ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന സംരക്ഷണം അതിൽ ഒരു ശകല ശതമാനം മനുഷ്യരായി ഞങ്ങൾക്ക് തന്നാൽ മതി. കാരണം അതുപോലെ, കാരണം ഞങ്ങളൊക്കെ ഇതുപോലെ ഇടവഴിക്കിലാണ് ഞാനൊക്കെ വൈകുന്നേരം പോകുന്നത്. എത്ര പ്രാവശ്യം എന്നെ ആന ഓടിച്ചിട്ടുണ്ട്. അതിനൊന്നും ഫോറസ്റ്റുകാരോട് പറഞ്ഞു, മെമ്പറിനോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. അതിന് യാതൊരു പകരം രണ്ട് കുഴിക്കുമെന്ന് പറയുന്നു. പക്ഷേ എവിടെയാണ് അവർ കുഴിക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായില്ല. നമ്മളൊക്കെ ഈ പണി കഴിഞ്ഞ് ഇതുപോലെ 2 കാരണന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളി ഇങ്ങനെ പണിക്ക് പോയത്. ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു തെരുവുകളൊക്കെ തെളിയിക്കാൻ വേണ്ടി, അതല്ലേ? തീർച്ചയായിട്ടും അത് ഇവരാരും തെളിച്ചതല്ല. ഏത് വ്യക്തിയാണെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു വ്യക്തി ഇട്ട് കൊടുത്ത ബൾബാണത്. പക്ഷെ ആ ചേട്ടന്റെ ജീവൻ എടുക്കേണ്ടി വന്നു ആ ഒരു ബൾബ് തെളിയാനുള്ള ഒരു ഇത് വന്നത്. പഞ്ചായത്ത് തുടങ്ങി ഫോറസ്റ്റുകാരായാലും സർക്കാരിന്റെ എല്ലാ ഭാഗത്തെ ഒരു കൂട്ടുത്തരവാദിത്വത്തിലെ പോരായ്മയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും അതെ. എല്ലാവരുടെയും പോരായ്മ തന്നെയാണ് ഇപ്പൊ ആ മനുഷ്യന്റെ ജീവന് പൊലിഞ്ഞത്. ഈ എല്ലാവരുടെയും പോരായ്മ തന്നെ. ഈ ആന അത് എത്ര കാലമായിട്ട് ഇങ്ങനെ ഒരു ഭീഷണിയായിട്ട് മാറി? ഇതിപ്പോ ഒരു എങ്ങനെയായാലും നല്ല ഭീഷണിയായിട്ട് ഒരു 8-10 വർഷമായതേ ഉള്ളൂ ശരിക്കുമായിട്ട്. അതിന് മുമ്പ് ഒരു വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇപ്പം ഞാനൊരു ഓട്ടോ ടാക്സി ഡ്രൈവറാണ്. ഇപ്പം മെഡിക്കലൊക്കെ രാത്രി എടുക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് പിണർക്കുടി ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. അവിടെ നിന്നൊരു മെഡിക്കൽ വരുമ്പോഴത്തേക്ക് എന്ന് മിക്കപ്പോഴും വരിയിലാനയാണ്. ഈ പെങ്കൊച്ചിനെ രാത്രി കൊണ്ട് വിടുന്നത് ഞാൻ മിക്കപ്പോഴും. ഇവരുടെ വീട്ടിലേക്ക് കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും തിട്ടായിട്ടാണ്. അതായത് വണ്ടിന് തിരിക്കാനുള്ള സൗകര്യം പോലും നമുക്കില്ല അവിടെ. വണ്ടിയെ കണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പോലെയുള്ള ഇതില്ല. പിന്നെ അവിടെ വഴി ലൈറ്റ് ഇടണം. അങ്ങനെ വെച്ചാൽ 2-3 കിലോമീറ്റർ കാടാണ്. അപ്പോൾ അവിടെ വഴിവിളക്കുണ്ടെങ്കിൽ ആനന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. അതുപോലെ ഇത്രയും നാളായിട്ട് ഞങ്ങൾ ഒരു കൂട്ടത്തിൽ ഗ്രാമസഭയിലൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അതിനകത്തൊന്നും ഒരു നടപടി ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല.
ഇന്നലെ ഉണ്ടായ ഒരു ചൂട്, ഇപ്പം ഫെൻസിങ് ഇന്ന് തന്നെ അതിൻ്റെ പണി തുടങ്ങും, ട്രെഞ്ചിങ് തുടങ്ങും എന്നൊക്കെ പറയുന്നു. പക്ഷേ അതൊക്കെ ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എല്ലാം തണുത്തു പോകാനുള്ള ഒരു സാധ്യതയല്ല. ഇന്ന് തന്നെ തണുത്തു പോകും അത്. കാരണം ആളുടെ ബോഡി എടുത്തുപോയി. ഇനി അവരാ ബോഡി എടുക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു വാക്കാണത്. അതിന്റെ ചൂടും എല്ലാം ഇന്നലെ രാത്രി ആ 2 മണിയോടുകൂടി പോയ സംഭവം ഇത്. കാരണം ഇതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ആന ചവിട്ടിക്കൊന്നത്. അന്ന് ഇതുപോലെ തന്നെ ഈ നാളെ തന്നെ ഈ പരിപാടി തുടങ്ങുമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ പുള്ളിയുടെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി? അത് കഴിഞ്ഞ് എത്രയോ പേര് ആന ഓടിച്ചു. ഈ പറഞ്ഞ എന്നെ തന്നെ എത്ര പ്രാവശ്യം ആന ഓടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഞാൻ എത്ര പ്രാവശ്യം വീണ് ഉരുണ്ട് പോയിട്ടുണ്ട്. ഈ പറഞ്ഞ ആരും അന്വേഷിച്ചിട്ടില്ല എന്ത് പറ്റുന്നു. ഒരു പ്രാവശ്യം മാത്രം എന്നെ ഫോറസ്റ്റുകാർ വീട്ടിൽ കൊണ്ടുപോയിട്ടു. പക്ഷെ അവര് പിന്നെ വന്നിട്ടില്ല. കാരണം അതിന്റെ ചൂട് പിന്നെ പോയി. അതിപ്പോ 2-3 വർഷമായുള്ളൂ ആ ചേട്ടൻ. 2-3 വർഷം ആയിട്ടില്ല തോന്നുന്നു ആ ചേട്ടൻ മരിച്ചിട്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഈ ചേട്ടന്റെ ജീവനും പോയില്ലേ. ഇന്നലെ രാത്രി ആ ബോഡി ആംബുലൻസ് കയറ്റിയോടുകൂടി പോലീസുകാരുടെ കൈ കിട്ടിയോടുകൂടി അവരുടെ ആ ചൂടും ഇതെല്ലാം പോയതാ. ഇനി ഇതിന്റെ മേലെ ഒരു ഇതും ഉണ്ടാവില്ല. കാരണം ഇന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ പരിപാടിയാണ്. ഇന്ന് ഈ നിമിഷം വരെ അവരാരെങ്കിലും ഒന്ന് ഇവിടെ എന്തെങ്കിലും ടെൻറ്റിനുള്ള പരിപാടി ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവരുടെ ഇതിനങ്ങ് പോയി. കാരണം അവരുടെ കാര്യം കഴിഞ്ഞു. ഇവിടുത്തെ ഒരു പ്രധാന ജീവിതമാർഗ്ഗം കൃഷിയൊക്കെ തന്നെ. ആ കൃഷിക്ക് എത്രത്തോളം ഭീഷണിയാണ്? മൊത്തം ഭീഷണി സാറേ അത് ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കപ്പ, വാഴ, തേന, തെങ്ങ് ഒന്നും വെക്കൽ നടക്കൂല. ട്രെഞ്ച് താത്താന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചിടം മാത്രം മണ്ണുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടം കഴിഞ്ഞാൽ പിന്നെ മൊത്തം പാറയാണ്. ഇത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും യാതൊരുവിധ ഉത്തരവാദിത്വമില്ല. സുരക്ഷയില്ലാതാണ് നിങ്ങളിപ്പോൾ ഇവിടെ. അതെ, ഒരു സുരക്ഷയില്ലാതെ. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. നമുക്ക് രാത്രിയൊക്കെ ഇതിലൊന്നും പോക്ക് നടക്കില്ല. ആന ഇവിടെ ടെഞ്ച് കാത്തോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാരെ കാവക്കാരിടാനോ നടക്കണ കേസല്ല വന്നു. അത് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അവരുടെ ഭാഗം എന്ന് വെച്ചാൽ അവർ ട്രെഞ്ച് താത്തി അവരുടെ ഭാഗം സുരക്ഷയായിട്ടാണ്. ഇവിടെ ഒരു 8 കിലോമീറ്റർ കഴിഞ്ഞാൽ മണിയള്ളിച്ചാൽ എന്നൊരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്. അവരുടെ ആ പരിസരം എന്ന് പറഞ്ഞാൽ ട്രെഞ്ചും താത്തി നല്ല ഭംഗിയായിട്ട് കിടക്കണം. അവർക്കൊരു ശല്യമില്ല. ആന ഭീഷണിയോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളുടെ യാതൊരു ഭീഷണിയില്ല അവർക്ക്. ഫോറസ്റ്റ് ജീവനക്കാരൊക്കെ സുരക്ഷിതരാണ്. ഇവിടുത്തെ നാട്ടുകാരാണ് മൊത്തം ഈ ഭീഷണിയിൽ നിൽക്കുന്നത്. ഞാനിവിടുത്തെ ഉരുളനണ്ണിയിലെ പോസ്റ്റ്മാനാണ്. പലപ്പോഴും എഴുത്തുമായിട്ട് പോകുമ്പോൾ പകൽ സമയങ്ങൾ പോലും ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പലപ്പോഴും തിരിച്ചു പോന്നിട്ടുണ്ട്. ഉൾക്കാടുകളിൽ സൈഡിലൊക്കെ ആണ് നിന്നിട്ട് പലപ്പോഴും ഓടി വരാറുണ്ട്. തിരിച്ച് ഞാൻ പോവുകയാണ് ചെയ്യുന്നത് പകൽ സമയങ്ങളിൽ പോലും. അതൊരു സന്ധ്യാസമയത്ത് പിന്നെ പറയേണ്ട കാര്യമില്ല. ആ ഒരു അവസ്ഥയിലാണ്. ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഈ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുമ്പോഴും ഇതേ ഒരു ഭീഷണിയല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്തോരം ഇച്ചിരിയില്ലാത്ത കുട്ടികൾ വരെയാണ് ഞങ്ങളുടെ ഈ വഴിക്കിടെയാണേലും ഞങ്ങളുടെ ആ വഴിക്കണ എല്ലാ വഴിക്കിടെയും ഇച്ചിരിയില്ലാത്ത കുട്ടികൾ വരെ പോണത്. അവർക്ക് പോലും ഒരു ഇതില്ലാത്തതാണ്. കാരണം ഇവരുടെയൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും കാരണവന്മാരാണെങ്കിലും കാരണന്മാരുടെ ഭാഗ്യം കൊണ്ടാണ് മക്കൾ പോലും ഇപ്പം ജീവനോടെ ഇരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ എന്ത് വിശ്വസിച്ചും നമ്മൾ മക്കളെ പോലും വിടും. അതുപോലും വിടാൻ പറ്റാത്തൊരവസ്ഥയാണിത്. കാരണം ഈ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളെല്ലാം സുരക്ഷിതമായിട്ടാണ് വീട്ടിൽ ഇരിക്കുന്നത്. ഈ പാവപ്പെട്ട ജനങ്ങളുടെ മക്കൾ മാത്രമേ ഇങ്ങനെയുള്ളൂ. ഈ പറഞ്ഞ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ ഇതുപോലെ അനുഭവിക്കണ്ടോ? ആരും അനുഭവിക്കുന്നില്ല. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ ആയിട്ട് ഇവരുടെ ആയിട്ട് ആരുടെ മക്കൾക്കും ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം അവർക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ അവർക്ക് ആ ജീവന്റെ വില എന്നാന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം ഈ ഫോറസ്റ്റുകാർ ചുറ്റും ജീവിക്കുന്നത് അവർ നല്ല സുരക്ഷിതമായിട്ടല്ല അവർ ജീവിക്കുന്നത്. അവർക്ക് രാത്രി കിടന്നതിന് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നും രാത്രി കിടന്നുറങ്ങണേ തന്നെ എന്തുമാത്രം പേടിച്ചു ജീവിക്കണം. ഈ ഫോറസ്റ്റുകാരോട് ഇതിന്റെ ഒരു പരാതിയൊക്കെ പറയാൻ പോയാൽ എങ്ങനെ? കാര്യമില്ല ഏട്ടാ, ഒരു കാര്യമില്ല. ഇപ്പം ഇന്ന് രാവിലെ മന്ത്രിനെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ട് എല്ലാ ദിവസവും വിളിക്കണ ആളാണ്. നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈഡിൽ എഴുതും. അത്ര മാത്രമേ നടപടിയുള്ളൂ. ഞാനിവിടെ ഓൾഡ് ആലോ 3 റോഡെന്ന് പറയുന്ന പഴയ ആലോ 3 റോഡ് തെളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ പ്രസിഡന്റാണ്. ആയിരക്കണക്കിന് പരാതി കൊടുത്താൽ ഒരു നടപടിയില്ല. ഇവിടുത്തെ മൂന്നാർ DFOയുടെ അടുത്ത് ഞങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 2 പ്രാവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം രമേഷ് ബിഷ്ണോയി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, വടക്കേന്ത്യക്കാരനാണ്. അയാൾ പറയുകയാണ് ഇറങ്ങിപ്പോ എൻ്റെ ഓഫീസിൽ കയറി നിന്ന് സംസാരിക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടുത്തെ ഒരു കാര്യം പോലും അദ്ദേഹത്തോട് അവതരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തന്നെയാണ് ഒരു പരാതി ബോധിപ്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള സമീപനം ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. മന്ത്രിയെ സമീപിച്ചാലും കൃത്യമായ ഒരു നടപടിയില്ല. ഇപ്പോൾ പകൽ പോലും കുട്ടികൾ ഇവിടെ നിരവധി കുട്ടികളുണ്ട്. ഏതാണ്ട് 65 കുടുംബങ്ങളുണ്ട്. അവരെ സ്കൂളിൽ അയക്കാൻ പോലും ഭീതി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനെല്ലാം ഉള്ള ഒരു ശാശ്വത പരിഹാരം, അത് ഇന്നലെ നൽകിയ ഉറപ്പുകൾ അതിൻ്റെ ചൂട് പോകാതെ തന്നെ കൃത്യമായി നടപ്പാക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. വലിയ അമർഷം ഇവിടുത്തെ ഓരോ ജനങ്ങളുടെയും മനസ്സിലുണ്ട്. കാരണം അത്രയ്ക്ക് ജീവനും സ്വത്തിനും എല്ലാം ഭീഷണിയായി ഇവിടെ വന്യജീവി ആക്രമണം മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ദൃശ്യ ഇപ്പോഴത്തെ അവസ്ഥ. ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാക്കന ആക്രമണത്തിൽ മരിച്ച എൽദോസിൻ്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിന് ശേഷം നടക്കും. മൃതദേഹവുമായി വിലാപയാത്രയായിട്ടായിരിക്കും
കുട്ടമ്പുഴ ക്നാശ്ശേരിയിൽ എത്തിക്കുക. പ്രദേശത്ത് ഇന്ന് ജനകീയ ഹർത്താലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപൻ.